ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാലക്കാട് AR മേനോൻ പാർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ രാത്രിയായി, അവിടെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഗൈസ്, നമ്മുടെ സമയം 7 മണി ആവാറായി. നല്ല ഇരുട്ടുമായി. അവിടെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഗൈസ്, അവിടെ കുറേ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട്. അവിടെ കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഉള്ളിൽ കയറിയിട്ടില്ല. മെല്ലെ മെല്ലെ ഉള്ളിൽ കയറുമ്പോൾ കാണിച്ചു തരാം. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റണ്ട. നല്ല കളറൊക്കെ ഡിസ്കോ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതിലോ പാലക്കാടൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളിൽ കയറിയിട്ടേ ഉള്ളൂ. നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി വരെ നല്ല ആംബിയൻസ് കിട്ടും. ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇത് മറ്റേ ചെമ്മഴി പൂങ്ക വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പുള്ള വീഡിയോ കണ്ടാൽ അറിയാം. ഇതൊരു നമ്മളെ കോയമ്പത്തൂർ ചെമ്മഴി പൂങ്ക പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടുത്തെ ഒരു ഫീലാണ്. ഇതൊരു മിനി സ്ഥലമാണ്. കാരണം അവിടെ ഭയങ്കര വലിയൊരു സ്ഥലമാണ്. ഇവിടെ കുറച്ചൊക്കെ അങ്ങനത്തെ ഫീലൊക്കെ വരും. ഇനി അവിടേക്കാണ് പോകുന്നത്. ഗൈസ്, ഈ ഭാഗം ഫുള്ള് പ്ലേ ഏരിയ ആണ്. പിന്നെ അപ്പുറത്ത് കുറച്ച് ഗെയിംസ് കുഞ്ഞു പിള്ളേർക്കുള്ളത് തന്നെയാണ് കേട്ടോ. ക്യാസിലൊക്കെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ളതാണ്. 8 വയസ്സിന് താഴെ എന്നൊക്കെ ചിലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയവരായാലും ഇത് കളിക്കാൻ വേണ്ടിയിട്ട് വരണ്ട. ഇതൊരു ആടാണ് തോന്നുന്നു. രാത്രി ജസ്റ്റ് ചില്ല് ചെയ്യാനൊക്കെ നല്ലൊരു സ്പോട്ടാണിത്. ഗൈസ്, ഇവിടുന്ന് വിശന്ന ഇടയ്ക്ക് തിന്നാൻ ഇവിടെ ഇടയിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൽ കൂടെ വരുമ്പോൾ ഇവിടേക്ക് നോക്കിയാൽ വെള്ളം കുറച്ചുള്ള ഒരു പൂളുണ്ട്. ഇവിടെ എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല. നിങ്ങൾ കുറച്ച് സമാധാനം തേടി വരികയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ കിട്ടും. ചില സ്ഥലത്ത് ഇവിടെ നല്ല മ്യൂസിക്കൊക്കെ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ചില സ്ഥലത്ത് സമാധാനം കിട്ടും. ആ സ്ഥലം നിങ്ങൾ തേടിപ്പോയി ഇരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ നട്ടുച്ചയ്ക്കൊന്നും ആരും ഇവിടെ വന്ന് പെടരുത്. കാരണം നട്ടപ്പൊരി വെയിലത്ത് ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും രാത്രി ആയതുകൊണ്ട് രാത്രി നല്ല രസമുണ്ട്, തണുപ്പൊക്കെ ആയിട്ട്. ഇത് എവിടെ നിന്ന് വന്നാലും ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ അവിടേക്ക് തന്നെ എത്തുക. ഇവിടെ നിന്നാണ് ഇതാണ് ജംഗ്ഷൻ. ഇവിടെ ഫിഷ് തെറാപ്പി, പിന്നെ ചെറിയ ചെറിയ ഗെയിമിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ.
ഇവിടെ മറ്റേ ട്രെയിൻ കളിക്കുന്ന ട്രെയിനൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു ക്യാസിലുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാസിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത് ന്യൂ ഇയറിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അതായത് 2026 ആദ്യത്തെ വീഡിയോ. ഇനി ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എപ്പോഴും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ഒരു ചെറിയ പാർക്കാണ്. നിങ്ങൾക്ക് ജസ്റ്റ് രാത്രി വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ സ്ഥലം. രാത്രി വന്നാൽ നല്ല ആംബിയൻസ് ഉണ്ടാവും. അപ്പോൾ രാത്രി വരാൻ ശ്രമിക്കുക. ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടാവും. നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ നല്ലൊരു സ്ഥലമാണിത്. ഗൈസ്, അവിടുത്തെ ടിക്കറ്റ് ചാർജ് പറയുമ്പോൾ ഒരാൾക്ക് 10 രൂപയെ വരുന്നുള്ളൂ. അതിനുള്ളതൊക്കെ ഇതുണ്ട്, കാരണം നല്ല വർത്താണ്. കാരണം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കഴിക്കാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കളിക്കാനുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ വരികയാണെങ്കിൽ രാത്രി സമയത്ത് വരാൻ നോക്കുക. കാരണം നല്ല ആംബിയൻസ് ഉള്ള സമയം രാത്രിയാണ്. പിന്നെ ഇവിടെ വന്ന് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ രാത്രി തന്നെ വരണം. ഗൈസ്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ പാർക്കാകെ മാക്സിമം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉള്ളൂ. ഒരു ചെറിയ പാർക്കാണ് കേട്ടോ. ലൈറ്റിങ്സ് അടിപൊളി. വളരെ ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഏകദേശം 1-2 മണിക്കൂർ കണ്ട ഫുള്ളി പാർക്ക് കണ്ടു വരും. അത്രയ്ക്കേ ഉള്ളൂ ഈ പാർക്ക് സത്യം പറയാമെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വ്ളോഗായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കൊച്ചു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ബൈ.